സ്വാഗതം. ഇരിക്കൂർ സബ് ജില്ലാ കലോത്സവം 2025 ഇന്ന് പടിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സമാരംഭം കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകയ്ക്ക് മറ്റ് പരിപാടികളിലേക്ക് വളരെ പെട്ടെന്ന് പോകണം. ആദ്യം ഉദ്ഘാടന പ്രസംഗമാണ്, അതിനുശേഷമാണ് അധ്യക്ഷ പ്രസംഗം. ഈ മഹത്തായ കലോത്സവത്തിൻ്റെ തിരി തെളിയിക്കുന്നതിന് വേണ്ടി ഉദ്ഘാടനം നിർവഹിച്ച് തിരി തെളിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി അഭിമന്യയായ മട്ടന്നൂരിൻ്റെ MLA, മുൻ മന്ത്രി, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ടീച്ചർ KK ശൈലജ ടീച്ചറിനെ സ്വാഗതം ക്ഷണിക്കുന്നു. അധ്യാപകരും സ്കൂളിലെ മറ്റ് സ്റ്റാഫും PTA കമ്മിറ്റിയുമെല്ലാം ദിവസങ്ങളോളം നടത്തിയ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കലോത്സവം ഏറ്റവും ഭംഗിയായി നടത്താൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ നാട്ടിലെ പഞ്ചായത്തിലെ ജനപ്രതിനിധികളും കലോത്സവത്തിൽ തൽപരരായിട്ടുള്ള നാട്ടിലെ നല്ലവരായിട്ടുള്ള എല്ലാ മനുഷ്യരും ചേർന്നുകൊണ്ടാണ് ഇത്രയും വലിയ 1500-ലേറെ കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു വലിയ ഉത്സവം സബ് ജില്ലാ തലത്തിൽ നടത്താൻ വേണ്ടി സാധിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ പറഞ്ഞതുപോലെ സ്ഥാപിതമായിട്ട് അധികമായിട്ടില്ലാത്ത ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തരത്തിലുള്ള ഉപജില്ലാ കലോത്സവം നടത്തുക എന്നത് സാധാരണഗതിയിൽ ലേശം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂൾ ആ ഉത്തരവാദിത്വം പ്രിൻസിപ്പാളും HM-ഉം ഇവിടുത്തെ അധ്യാപകരുമെല്ലാം ആ ഉത്തരവാദിത്വം നല്ല ധൈര്യത്തോടു കൂടി തന്നെ ഇഷ്ടത്തോടു കൂടി തന്നെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. നമുക്ക് ഈ സ്കൂളിലെ അധ്യാപകരെയും ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയെയും അങ്ങേയറ്റം ഈ കാര്യത്തിൽ അഭിനന്ദിക്കാം എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. കലോത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ ഉപജില്ലാ കലോത്സവത്തിൽ പോലും അത് കേവലം ഒരു മത്സരമാക്കി മാറ്റി, കുട്ടികളുടെ മത്സരം, കുട്ടികളുടെ പരിപാടി എന്നതിനപ്പുറം അധ്യാപകരും അനധ്യാപകരും കലാപ്രവർത്തകരും രക്ഷിതാക്കളുമൊക്കെ തമ്മിലുള്ള ഒരു കിടമത്സരമായി ചിലപ്പോഴൊക്കെ മാറുന്നത് ഏറെ വേദനയോടെയാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിച്ചറിയുന്നത്. അതേക്കുറിച്ചാണ് ടീച്ചർ ഇവിടെ സംസാരിച്ചത്. കുട്ടികളുടെ കഴിവുകൾ ഇവിടെ പ്രകടമാകട്ടെ. ഇവിടെ മത്സരത്തിൽ വിജയിക്കുക എന്നതിനപ്പുറം ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന അവരുടെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും കാണാനും അതിനുള്ളൊരു അവസരം, അവതരിപ്പിക്കാനുമുള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ ഈ കലാമേളയെ എക്കാലവും വിശേഷിപ്പിച്ചിട്ടുള്ളത്. കലാപരിപാടികളുടെ മഹാമേളയായ കലോത്സവത്തിന് ഇന്ന് തിരിതെളിയുകയാണ്. നമുക്കറിയാം, കലോത്സവം എന്ന് പറയുമ്പോൾ ഇതൊരു മത്സരവേദി മാത്രമല്ല, കലയുടെയും സംസ്കാരത്തിൻ്റെയും ഒരു വലിയ കൂട്ടായ്മ തന്നെയാണ്. ഇവിടെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അവരുടെ സർഗാത്മക ശേഷികൾ, കലാപരമായ ശേഷികൾ പ്രകടിപ്പിക്കുന്നതിനും കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും അതോടൊപ്പം യോഗ്യരായ കുട്ടികളെ ഉയർന്ന തലങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നതിനുമുള്ള ഒരു വേദി കൂടിയാണ് ഇത്.